RSSനെതിരായ പോരാട്ടം തുടരുമെന്ന് ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. ഭീഷണികളെ ഭയപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും തുഷാർ ഗാന്ധി പറയുന്നു. എന്നാൽ വർഗീയ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കണമെന്നും തുഷാർ ഗാന്ധി വെളിപ്പെടുത്തുന്നു. I did not expect this kind of a thing to happen in Kerala, but this is the direction in which our nation is being taken, which is a very worrying aspect because India has not been conceived by our founders to become a radical, intolerant nation. And so it becomes very important that we protest against such things and we do not succumb to the bullying of these organizations. And, so although I was surprised that it happened in Kerala, I feel that the secular parties in Kerala, the LDF and UDF, have to now wake up to the menace that RSS and BJP poses to the tradition and culture of Kerala and come together to defeat these separatist forces. See, the thing is that they are for so long they are used to fighting each other that it is taking them time to realize that now there is a new enemy and it's a common enemy. And so they should combine their forces to fight off this enemy and keep it away from Kerala. If RSS and BJP become strong in Kerala, then we lose a lot of hope in the rest of India. ശരി, സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇപ്പോൾ തുഷാർ ഗാന്ധിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് ചില RSS പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇപ്പോൾ തുഷാർ ഗാന്ധി പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ അന്തരിച്ച ഗാന്ധിയൻ ആയിരുന്ന ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിലാണ് ഇന്ത്യയുടെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് എന്നും ഈ സംഘപരിവാറാണ് ഈ ക്യാൻസർ പടർത്തുന്നത് എന്നുമായിരുന്നു ഈ തുഷാർ ഗാന്ധിയുടെ പ്രസംഗം. അദ്ദേഹം പ്രസംഗത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതിനുശേഷം പിന്നീട് വാഹനത്തിൽ കയറി പോകാൻ ഒരുങ്ങുമ്പോഴാണ് സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹം പുറത്തിറങ്ങിയതിന് പിന്നാലെ മുദ്രാവാക്യ വിളികളുമായി അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നും ഗാന്ധിജിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് അവിടെ നിന്നും മടങ്ങുന്നത്. അങ്ങനെ മടങ്ങിയതിനു ശേഷമാണ് ഇന്നലെ രാത്രി വൈകി കോട്ടയത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. കോട്ടയത്ത് താമസിച്ച വേളയിലാണ് ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ആരായുന്നത്. ആ പ്രതികരണത്തിലാണ് അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വിട്ടുവീഴ്ച നടത്തി മുട്ടുമടക്കാൻ താൻ തയ്യാറല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം എത്രത്തോളം ഭീഷണികൾ ഉണ്ടായാലും തൻ്റെ ഭാഗത്തു നിന്ന് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ജനാധിപത്യ രാജ്യത്തെ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി അവർ പ്രതികരിക്കുമ്പോൾ താൻ അവരുടെ പ്രതികരണത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതെന്നെ അത്തരം ഭീഷണികൾ തന്നെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുവേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തി തൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരം ഭീഷണികൾക്ക് മുന്നിൽ താൻ വഴങ്ങുന്ന ആളല്ല. അത്തരം ഭീഷണികളൊന്നും തൻ്റെ മുന്നിൽ ഭരിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് എന്നും അതുകൊണ്ട് അത് അതായത് അവർക്കെതിരായി പടർത്തുന്ന ആശയങ്ങൾക്കെതിരെ ശക്തമായി പോരാടണമെന്നുമാണ് തുഷാർ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവ വികാസം വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഗാന്ധിയുടെ കൊച്ചുമകൻ കേരളത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുമ്പോൾ സംഘപരിവാർ സംഘടനകൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് വിദ്വേഷകരമായ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അവർ ഇത്തരം പ്രസംഗങ്ങളെ സംഘപരിവാർ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ തുഷാർ ഗാന്ധിക്ക് നേരെയുള്ള കയ്യേറ്റം. ശരി, വ്യക്തമാണ്. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.